ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നിക്കാഹ് ദുപ്പട്ട ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളറിലുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് അത് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം ഒരു 2 മീറ്ററൊക്കെ മതി, അല്ലെങ്കിൽ കുറവായിട്ടാണെങ്കിൽ 1.5 മീറ്റർ എടുക്കുക. ഇത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താണ് കഫയിൽ പോയിട്ട് ഇതേപോലെ നമ്മുടെ പേര് വെച്ച് ചെയ്താൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗ്ലിറ്റർ, അതുപോലെ ഗമ്മ്, പിന്നെ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലേസും ഇതിൽ വെക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഗോൾഡൻ ലേസാണ് വെച്ചിട്ടുള്ളത്. ട്യൂബ് ലൈറ്റിൻ്റെ ആണത്. അത് ഇതിൻ്റെ അരികത്തിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ വെച്ചിട്ട് ഇത് അളക്കുക. അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ആ സെൻറ്റർ പോർഷനായിരിക്കും നമ്മുടെ ആ ലവിൻ്റെ ഒരു ഇതുണ്ടാവേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ രണ്ടാളുടെ പേര് വരണ പോലെ. അങ്ങനെ ഇത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് നിയാസുള്ള ഈ നീ എന്നുള്ളത് എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തായി പോയി. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ വെച്ചതിന് എഴുതിയതിന് ശേഷമാണ് പിന്നെ ബാക്കി എൻ്റെ ഒരു ഞാൻ ഉണ്ടല്ലോ, ആ ഒരു ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അതെനിക്ക് കുറച്ചൊരു എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പണിയായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ലൊരു ടാസ്ക് ആയിരിക്കും. ആദ്യം നമ്മളിത് നേരെല്ലാം കറക്റ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്, ഗമ്മ് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അത് നമ്മൾ കുറച്ചായിട്ട് തേച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൃത്തിയില്ലാതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നേരെ നല്ലപോലെ എല്ലായിടത്തും ഇപ്പം ഞാൻ ഗമ്മ് തേച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തേക്കരുത്. കാരണം നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ അറിവുണ്ടാവുന്നത്. ഞാൻ അത് ഫസ്റ്റായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇതേപോലെ ഗമ്മ് തേക്കേണ്ട, കുറച്ചും കൂടെ കൂടുതലായിട്ട് ഗമ്മ് തേക്കണം. നമ്മുടെ പേര് രീതിയിലൊക്കെ ഗമ്മ് തേച്ചാൽ കറക്റ്റാണ്, പക്ഷേ ലവിൽ ഗമ്മ് തേച്ചാൽ കുറച്ച് കുറവായത് എനിക്ക് പിന്നീട് തോന്നിയിട്ടാണ്. അപ്പോൾ കുറച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല കട്ടക്കായിട്ട് ഗമ്മ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്ലിറ്റർ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഗ്ലിറ്ററിൻ്റെ പാക്കറ്റ് ഇതുപോലെ മേലെ വിതറി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഗ്ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ഇപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ മേലെ വിതറി കൊടുക്കുക. അങ്ങനെ ഇതാ എൻ്റെ നിക്കാഹ് ദുപ്പട്ട ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ നിക്കാഹ് ഇങ്ങനെ ഉള്ളതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.